أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وسارعوا إلى مغفرة من ربكم അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാൻ നിങ്ങൾ ഉളരണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പരിശുദ്ധ റമളാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. അല്ലാഹു തആല ഒരാൾക്ക് റമളാൻ നൽകി, റമളാനിൽ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും അള്ളാഹു ഒരാൾക്ക് അവസരം നൽകി. റമളാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്കും അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകലെയാണ്, അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അയാൾ അകലെയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ വന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താ? റമളാൻ വന്നാൽ റമളാൻ 30 ആകുമ്പോഴേക്കും ഉമ്മ പെറ്റ മക്കളെ പോലെ ആവണം. അതാണ് റമളാൻ കൊണ്ടുള്ള ലക്ഷ്യം. ഉമ്മ പെറ്റ മക്കൾ എന്ന് പറയുന്നത് കയൗമി ബലദതുഹു ഉമ്മു, ഹജ്ജിനെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത്. സ്വീകാര്യമായ ഹജ്ജ് ചെയ്താൽ ഉമ്മ പെറ്റ മക്കളെ പോലെയാണെന്നാണ് പറഞ്ഞത്. അതേപോലെ റമളാൻ നമ്മളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഉമ്മ പെറ്റ മക്കളെ പോലെ ഒരു പാപമില്ലാതെ നിഷ്കളങ്കരായി, ഒരു തെറ്റുമില്ലാത്ത നല്ല മനസ്കരായി, നല്ല മനുഷ്യരായി മാറണം. അതാണ് പരിശുദ്ധ റമളാൻ കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാൻ ലഭിച്ചാൽ. റമളാനിൽ എത്ര ആളുകൾ മരിച്ചു പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ആളുകൾ മരിച്ചു. ഇന്നലെ ബഹ്റിനിൽ പോയപ്പോൾ ഒരു ബംഗാളി ബ്ലഡ് ക്യാൻസർ ആയിട്ട് മരിച്ചു, ജുമാക്ക്. അതിനുശേഷം ബഷീർ എന്ന് പറയുന്ന നാട്ടിലെ ചെറുപ്പക്കാരൻ മരിച്ചു. ഭൂരിഭാഗം ആളുകൾ ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഉണരുന്നില്ല. ഗൾഫിൽ പുതിയതായിട്ട് വരുന്ന വലിയൊരു മരണമാണ്. 6 മാസം കൊണ്ട് 100ഓളം ആളുകൾ ബഹ്റൈനിൽ തന്നെ മരിച്ചു. ഇന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു, മീഡിയ 1. 6 മാസം കൊണ്ട് 100ഓളം ആളുകൾ, ഉറങ്ങിയ ആളുകൾ രാവിലെ ഉണരുന്നില്ല. പെട്ടെന്നുള്ള മരണമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞത്, പെട്ടെന്നുള്ള മരണം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്തിന്റെ ലക്ഷണങ്ങളില്ല, മരണത്തിന്റെ സൂചനകളില്ല. ഉറങ്ങാൻ കിടന്നവർ സുബഹിയുടെ സമയമാകുമ്പോൾ ഉണരാതെ പെട്ടെന്നുള്ള ആകസ്മികമായ മരണങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള മരണങ്ങൾ നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ ചിന്തിച്ചോക്കി. ഇന്നിപ്പോ ഞാൻ വേലൊക്കെ പറഞ്ഞു റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി, രാവിലെ എണീക്കുമ്പോൾ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് എത്ര ബാധ്യതകൾ ഉണ്ടാവും, എന്റെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ ഉണ്ടാകും, അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കാതെ ബാക്കിയായത്. ഞാൻ എത്ര പേരോട് മാനസികമായി വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ പൊരുത്തപ്പെടിക്കാതെയാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ ആഖിറത്തിന്റെ കാര്യം എന്താണ്? എന്തായിരിക്കും നമ്മുടെ ആഖിറത്തിന്റെ അവസ്ഥ? പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് ഖൈറാണ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഖൈറുൻ ലിസ്സാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വളരെ നല്ലതാണ്. കാരണം അവരെപ്പോഴും നന്മ ചെയ്യുന്ന ആളുകൾ, അവരെപ്പോഴും നന്മയിലായിരിക്കും. ഒരു നന്മ കഴിഞ്ഞാൽ അടുത്ത നന്മ, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ നന്മകളിൽ മാത്രം മുഴുകിയിരിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോൾ മരിച്ചാലും അവർക്ക് കുഴപ്പമില്ല. കാരണം ഏത് സമയത്ത് മരിക്കുമ്പോഴും അവർ നന്മയിലായിരിക്കും. എന്റെയും നിങ്ങളൊക്കെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മളിപ്പോ എന്തെങ്കിലും പച്ച നുണ പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ റൂമിലേക്ക് കിടക്കുമ്പോൾ എവിടെ നിന്നായിരിക്കും എനിക്ക് അവസാനം പറഞ്ഞത് പച്ച നുണ. എന്തെങ്കിലും ഒരു ഹറാമ് കണ്ടിട്ടായിരിക്കും ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ പോയത്.
ആ ഉറക്കത്തിലങ്ങ് പിടിച്ചു. അവസാനം ചെയ്തത് ഹറാം. യാ അല്ലാഹ്, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കുന്നത് അയാൾ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അയാൾ മരിക്കുന്ന സമയത്ത് അവസാനം ചെയ്തത് എന്ത് എന്ന് നോക്കിയിട്ടാ അയാൾ അല്ലാഹു സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നതും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സിനിമ കണ്ടിട്ട് ഉറങ്ങുന്ന ചെറുപ്പക്കാരുണ്ട്. കാമുകന്മാരോട് ചാറ്റ് ചെയ്ത് സംസാരിച്ച് വീഡിയോ കോൺഫറൻസ് നടത്തി ഉറങ്ങുന്ന ചെറുപ്പക്കാരുണ്ട്. കഞ്ചാവടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരുണ്ട്. ഫോൺ വീഡിയോകൾ കണ്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരുണ്ട്. ഉറക്കത്തിലുള്ള മരണം സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് അറ്റാക്ക് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കും. പെട്ടെന്നുള്ള മരണമാണ്. അങ്ങനെ ഒരു മരണം വന്നു, അങ്ങനെ നമ്മൾ മരിച്ചു. അവസാനമായി നമ്മൾ ചെയ്തത് ഹറാമായ, അല്ലാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളാണെങ്കിൽ അല്ലാഹു കൊണ്ടുപോകുന്നത് നരകത്തിലേക്കല്ലയോ? ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. ഒരാളെ സ്വീകരിക്കുന്നതും ഒരാളെ തള്ളിക്കളയുന്നതും അയാൾ അവസാനമായി എന്തു ചെയ്തു എന്ന് നോക്കിയിട്ട് മാത്രമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ബാത്റൂമിലേക്ക് ചെന്ന് വുളൂ ചെയ്തിട്ട് നമ്മുടെ ബെഡ്റൂമിലേക്ക് കടന്നു വന്നിട്ട് സൂറത്തുൽ ആയത്തുൽ കുർസി ഓതി, ആമന റസൂൽ ഓതി, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി, വഅബ്ദതൈനി ഓതി, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉഹു ഇന്നം സത്ത നഫ്സി എന്നുള്ള ദിക്ർ ചൊല്ലി വലത് ഭാഗത്തേക്ക് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിലെങ്ങാനും മരിക്കേണ്ടി വന്നാൽ മാതഅൽ ഫിത്റായ സ്വർഗ്ഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഉറങ്ങേണ്ടത്? പ്രവാസികൾ ഒക്കെ ഉണ്ടാവില്ലേ? ഇല്ലേ? ഗൾഫുകാരൊക്കെ ഇല്ലേ? ഗൾഫിൽ ഇങ്ങനെ ഉറങ്ങേണ്ടത്? ഗൾഫിലായാലും നാട്ടിലായാലും എങ്ങനെ ഉറങ്ങേണ്ടത്? നേരത്തെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങണം. ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് ചെന്നാൽ ബാത്റൂമിൽ ചെല്ലണം. ആദ്യം പല്ല് തേക്കണം, വുളൂ ചെയ്യണം. എന്നിട്ട് ബെഡിലേക്ക് കയറി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നിങ്ങനെ ഓതി കൈകളിലേക്ക് ഓതി ശരീരമാസകലം തടവണം. എന്തിനാണിത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കാതിരിക്കാനാണ്. എനിക്ക് പനി പിടിച്ചു, ഹോസ്പിറ്റലിൽ പോയി 50,000 ചെലവായി. എനിക്ക് കിഡ്നിക്ക് സുഖമില്ല, 25 ലക്ഷം ചെലവായി. എനിക്ക് ക്യാൻസർ ആണ്, 40 ലക്ഷം ചെലവായി. അതൊന്നും നിങ്ങൾ പറയണ്ട. രോഗം വന്നിട്ട് ചെലവായ കണക്കൊന്നും ഇവിടെ പറയണ്ട. രോഗം വരാതിരിക്കാൻ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രോഗം വരാതിരിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളെന്താ ഇങ്ങനെ പഠിപ്പിച്ചോ? നിങ്ങളൊന്നും വിശ്വാസമില്ലേ? നബി എന്നെ വിശ്വസിക്കണ്ട, എന്നല്ല നബിത്തങ്ങളിൽ വിശ്വാസം ഉണ്ടാകും ഇല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബ് സംസാരിച്ചത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്താ? എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? ആരുടെയും നിർബന്ധത്തിൽ അതേ മിണ്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മിണ്ടുന്നതല്ലല്ലോ. നമുക്ക് തോന്നുന്നതൊക്കെ സംസാരിക്കാൻ. എന്നാൽ നബിത്തങ്ങൾക്ക് തോന്നിയത് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ സംസാരിച്ചതോ? അത് നിയന്ത്രണമുണ്ട്. ഒരാൾ നിയന്ത്രിക്കുകയാണ്. ആര്? അല്ലാഹുവിന്റെ ഹബീബ് വാ തുറന്നത് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ ഹബീബാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ ചെലവഴിക്കാതിരിക്കാൻ. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്ത ലക്ഷങ്ങൾ കബറിലേക്ക് വരില്ല. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ലാഭാക്കി തരാം. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്ന 10,000 ഞാൻ ലാഭാക്കി തരാം. ആ പൈസ നിങ്ങൾ ഇവിടെ കൊടുക്കും. ആ പൈസ ഇവിടെ കൊടുച്ചാൽ മതി.
ഞാൻ തരാം, എനിക്കെന്താ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്, എനിക്കെന്താ പേടി? ഞാൻ നബിത്തങ്ങൾ പറഞ്ഞ വിഷയമല്ലേ പറയുന്നത്, എന്റെ ഉറപ്പൊന്നുമല്ലല്ലോ. ഞാൻ നബിത്തങ്ങൾ ഉറപ്പ് തന്ന കാര്യമല്ല പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? 100-110% വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ഒരാൾക്കും മാരകമായ രോഗം വരില്ല, ക്യാൻസറും വരില്ല, ഷുഗറും വരില്ല, പ്രഷറും വരില്ല, ഒന്നും വരില്ല. എന്ത് വേണം? നബിത്തങ്ങൾ പഠിപ്പിച്ചു, ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതയും നിങ്ങൾ പാരായണം ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഊതണം. എന്നിട്ട് ശരീരമാസകലം തടവണം. പിന്നെയും ഊതണം. എവിടെയൊക്കെയാണോ നിങ്ങളുടെ കൈകൾ എത്തുന്നത് അവിടെയൊക്കെ തടവണം. പിന്നെയും ഊതണം. എവിടെയൊക്കെയാണോ കൈകൾ എത്തുന്നത് 3 തവണ നിങ്ങളുടെ കൈകൾ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതയും ഓതി നിങ്ങൾ തടവിയാൽ നിങ്ങൾക്ക് മാരകമായ അസുഖങ്ങളും വരൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉറപ്പാണിത്, നബി തങ്ങൾ നൽകുന്ന ഉറപ്പാണിത്. ഈ ഉറപ്പ് കൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കിയാൽ മരണം വരെ നിങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ വരൂല. നിങ്ങളുടെ വിശ്വാസം പോലെയായിരിക്കും അതിന്റെ പ്രതിഫലം, അതിന്റെ പരിണിത ഫലം, അതിന്റെ ഉപയോഗം നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസം പോലെയായിരിക്കും. അപ്പൊ എന്തായി? നമ്മുടെ ജീവിച്ച നമ്മൾ സമ്പാദിച്ച പൈസ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന നിർത്തി. നമുക്ക് അല്ലാഹു നല്ല ആരോഗ്യം തരും. പിന്നെ പൈസ ബാക്കിയല്ലേ? ഡെയിലി 1000 രൂപയുടെ മരുന്ന്, മാസത്തിൽ 1000 രൂപയുടെ മരുന്ന് കുടിക്കുന്നവരുണ്ട്, 5000 രൂപയുടെ മരുന്ന് കുടിക്കുന്നവരുണ്ട്. ഇഷ്ടം പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ആ പൈസ ഒക്കെ മാറ്റി വെച്ചാല് ഒരു വർഷത്തിൽ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവും. ആ 3 ലക്ഷം കൊണ്ടുപോയിട്ട് വീണ്ടും പള്ളി കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ മദ്രസ കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ ദീനിയായ സംരംഭങ്ങൾ കൊടുത്തു. അതും ശിഫനെ, അതും ശിഫനെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ദാവൂ മർളാകും ബിസ്സദഖ. നിങ്ങൾക്ക് രോഗങ്ങൾ വന്നാൽ, നിങ്ങൾ രോഗികളായാൽ, നിങ്ങളിൽ രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അതിൽ നിന്നൊരു വിഹിതം നിങ്ങൾ ചെലവഴിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാണ് സദഖ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ശിഫ. ഇപ്പൊ ചുരുക്കി ചെറിയൊരു തലവേദനയൊക്കെ വരും, അതൊക്കെ വേണം. ചെറിയൊരു പനിയും തലവേദന കിടക്കൊക്കെ വേണം, അതും പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരാനാണ്. ഈ നമ്മുടെ ഈ പ്ലാവിൽ നിന്ന് ഇതിനൊരു സമയമുണ്ട്. ആ സമയം ഈ പച്ച പിടിച്ച ഇലകളൊക്കെ പഴുത്ത് ഒരു ഓറഞ്ച് കളറാണ്, പിന്നെ അതൊക്കെ കൊഴിഞ്ഞു വരും. നല്ല ശക്തമായ കാറ്റ് വരുമ്പോൾ ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു പനിയിലൂടെ, ഒരു തലവേദനയിലൂടെ നിങ്ങൾ ചെയ്ത മഹാപാപങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് പൂർണ്ണമായ ആരോഗ്യവും ശിഫയും നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളൂ ചെയ്ത് സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതയും പാരായണം ചെയ്ത് ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇന്നംസത നഫ്സി ഫർഹംഹാ. അല്ലാഹുവേ, ഞാൻ ഈ ഉറക്കത്തിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അല്ലാഹുവേ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ആത്മാവിനോട് നീ കാരുണ്യം കാണിക്കൂ റബ്ബേ. എന്റെ ആത്മാവിനെ നീ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയാണ്. അഥവാ സുബഹിയുടെ സമയമായാൽ ഞാൻ നാളെ ഉണരുകയാണെങ്കിൽ അല്ലാഹുവേ എന്റെ ആത്മാവിനെ മഹാന്മാരെ പോലെ ജീവിക്കാൻ നീ അനുവദിക്കണം എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ കടന്നുറങ്ങാം. അങ്ങനെ ആ ഉറക്കത്തിന് മരിച്ചുപോയാലോ അയാൾ സ്വർഗത്തിലാണ്. മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഉറങ്ങാൻ കിടന്നു, വുളൂ ഇല്ലാതെ കിടന്നുറങ്ങാറില്ല. ഉറക്കത്തിൽ രാത്രി എണീക്കൂല, എന്തെങ്കിലും അത്യാവശ്യത്തിന് എണീറ്റു, എന്തോന്നും അറിയാതെ എണീറ്റു. അങ്ങനെ എണീറ്റപ്പോൾ അദ്ദേഹം ബെഡിന്റെ 3 ഭാഗങ്ങളിലും വീടിന്റെ പരിസരങ്ങളിലേക്ക് വെള്ളം അന്വേഷിച്ചു. എവിടെയും വെള്ളമില്ല. പിന്നെ അവിടെ കണ്ട ചുമരിൽ അടിച്ചു, താമം ചെയ്തു, കിടന്നുറങ്ങി. അപ്പൊ രാവിലെ ആകുമ്പോ കൂട്ടാൻ ചോദിച്ചു, അത് നിങ്ങൾ രാത്രി വെള്ളം ചോദിച്ചത്, രാത്രി വെള്ളം ചോദിച്ചു, എന്തിനാ രാത്രി താമം ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വുളൂ ഇല്ലാതെ കിടന്നുറങ്ങാറില്ല, വുളൂ ഇല്ലാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. രാത്രിയുടെ
പകുതി സമയമായപ്പോൾ ഞാൻ അറിയാതെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഉണർന്നു. പിന്നെ രണ്ടാമത് ഉറങ്ങുമ്പോൾ എനിക്ക് ഉളു വേണ്ടേ, ഉളു എടുക്കാൻ എനിക്ക് വെള്ളം കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ തയമ്മം ചെയ്ത് കിടന്നുറങ്ങിയത് എന്ന് മഹാനായ പണ്ഡിതൻ. ഈ ഒരു രീതിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളുവോടുകൂടി കിടന്നുറങ്ങണം. അങ്ങനെ മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു, സ്വർഗത്തിലേക്ക് എത്തുന്ന ഭാഗ്യമാനെ അള്ളാഹു ഉൾപ്പെടുത്തും. ഇനി നേരെ മറിച്ച് അവസാനം കിടന്നുറങ്ങി, ഹറാമാണ് കണ്ടത്, മ്യൂസിക്കാണ് കേട്ടത്, സിനിമയാണ് കണ്ടത്, ഇങ്ങനെ ഹറാം ചെയ്തിട്ട് കിടന്നുറങ്ങി ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നരകത്തിലേക്കല്ലേ അയാൾ പോകുന്നത്. അവസാനമായി ചെയ്തത് ഹറാമല്ലേ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, സഹോദരങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് സമ്പാദിക്കാൻ നമ്മൾ മത്സരിക്കണം. A+ വാങ്ങിച്ചില്ല എല്ലാവരും? A+ വാങ്ങിക്കാൻ വലിയ മത്സരമായിരുന്നു അല്ലേ? നിങ്ങൾ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല? കോഴിക്കോട് A+ ഫസ്റ്റ് ഇല്ല. മലപ്പുറം ജില്ലയായിരുന്നെങ്കിൽ ഫസ്റ്റ് കിട്ടും. A+ വാങ്ങാൻ വേണ്ടി നമ്മൾ മത്സരിച്ചിട്ടോ ഒരു A+ കുറഞ്ഞതിന്റെ പേര് ചീത്ത പറഞ്ഞ ഉമ്മമാരുണ്ട് ഇല്ലേ? ഒരു A+ കിട്ടാത്ത, ഒരു ജീവിതത്തിൽ A+ കാണാത്ത മക്കളുണ്ടാവും. A+ കണ്ടിട്ടുണ്ടാകും, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവരൊക്കെ നമ്മൾ നന്നായി ചീത്ത പറയും, അവരൊക്കെ നമ്മൾ നന്നായി കുറ്റപ്പെടുത്തും. എന്നാ ഉമ്മയും ഉപ്പയും പൊന്നുമോനും സുബൈ നിസ്കരിച്ചിട്ടില്ല, അതിലൊരു വിഷമം ഉണ്ടാവില്ല. എന്താണ് സുബൈ നിസ്കരിക്കാത്തത്? അതിൽ ഉമ്മക്ക് ഒരു പ്രശ്നമില്ല. ആകെ പ്രശ്നം വർഷത്തിൽ, കൊല്ലത്തിൽ നടക്കുന്ന ഒരു എക്സാം, അല്ലെങ്കിൽ 10 കൊല്ലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയിൽ ഒരു വിഷയത്തിൽ A+ കിട്ടാത്ത ഉമ്മാന്റെ ബേജാർ. എന്താ ബേജാർ? ഡെയിലി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ, ഡെയിലി വീട്ടിലേക്ക് വരുന്നത് രാത്രി 12 മണിക്ക് 1 മണിക്ക്, അതിനൊന്നും ഉമ്മാക്ക് ഒരു ബേജാറില്ല. ഉമ്മ, നിങ്ങൾ ആ സ്നേഹമുണ്ടല്ലോ, അത് കാപട്യമാണ്, അത് കാപട്യമാണ്, അത് കപട സ്നേഹമാണ്. ഈ കപട ലോകത്ത് ആത്മാർത്ഥ ഹൃദയമുണ്ടായതാണ് നൊമ്പരം എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവനും കാപട്യമാണ്, നന്മയ്ക്ക് വിലയില്ല, നോട്ടുകെട്ടുകൾക്ക് വില. തിയേറ്ററിൽ വെച്ച് പീഡനം നടന്നപ്പോ അത് മുസ്ലിംകാരനാണോ CPM-കാരനാണെന്ന് ആളുകളുടെ ചർച്ച, MCC-കാരനാണെന്നൊക്കെ ചർച്ച. അയാളുടെ പാർട്ടിയും അയാളുടെ മതവുമല്ല നോക്കേണ്ടത്, അയാളുടെ പ്രവർത്തനത്തെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. പ്രവർത്തനം കുഴപ്പമില്ല, അയാൾ എന്നാലും പാർട്ടിക്കാരനാണ്, ആ മൊത്തം പാർട്ടിക്കാരുടെ പേരിൽ പഠിച്ചാൽ അങ്ങനല്ല ദീൻ. ഇസ്ലാം അതല്ല. ഇസ്ലാം പറഞ്ഞത് ഒരു തെറ്റ് കണ്ടാൽ അയാളെ നിങ്ങൾ വെറുക്കരുത്, അയാളുടെ തെറ്റിനെ മാത്രം നിങ്ങൾ വെറുക്കണം എന്നാ. അയാളെ വെറുക്കരുത്, ഇത് അയാളെ വെറുക്കുന്നത്, അയാളുടെ പാർട്ടിയെ മൊത്തം വെറുക്കണം. ചർച്ച മുഴുവൻ എന്താ? ഇയാൾ MCC-കാരനാണോ, ഇയാൾ CPM-കാരനാണോ, ഇയാൾ മുസ്ലിംകാരനാണോ? അയാൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടിയിൽ എന്താ ചെയ്ത തെറ്റിന് നമ്മൾ കർശനമായി എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യുകയും അതിന് തക്കതായ ശിക്ഷ നൽകുകയും വേണം. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, പരിശുദ്ധമായ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. ആ റമദാനിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരണം. റമദാൻ കഴിയുമ്പോഴേക്കും ഒരു തെറ്റ് പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയോ? ഉറപ്പ് തരാൻ കഴിയോ? നിങ്ങളെ കഴിഞ്ഞ റമദാനിൽ അങ്ങനെ എന്റെ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു എന്ന് അഭിപ്രായമുണ്ട് ഒരാളെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ കേൾക്കെ, കഴിഞ്ഞ റമദാനിൽ എന്റെ എല്ലാ പാപം കുറച്ചും പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട് ആരുല്ലേ? ഞാൻ ഹദീസ് പറഞ്ഞിട്ടെ, ഒരാൾക്ക് റമദാൻ കിട്ടി, ഒരാൾ റമദാൻ മുഴുവനും ജീവിച്ചു, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിട്ടില്ല എങ്കിൽ അയാൾ അല്ലാഹുവിൽ നിന്ന് അകലെയാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മളൊക്കെ എവിടെ? നമ്മളൊക്കെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയായില്ലേ? അല്ലാഹു പൊരുത്തപ്പെട്ട് തന്നു എന്ന് വിശ്വസിച്ചോളി. നിങ്ങൾ എന്തിനാ എനിക്കൊന്നും പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല എന്ന് എന്തിനാ വിശ്വസിക്കുന്നത്? അതിന് ബന്ധ കാര്യം നിങ്ങൾ ആരും പൊക്കിയില്ല ചോദിച്ചപ്പോ. എന്റെ ഒന്ന് പൊരുത്തപ്പെട്ടതിന് ആ വിശ്വാസം നിങ്ങളെ രക്ഷപ്പെടുത്തും. അല്ലാഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? എന്നെ കുറിച്ച് നിങ്ങൾ നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ. എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവരോട് പെരുമാറുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ കഴിഞ്ഞു, എന്റെ പാപം അല്ലാഹു പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മുടെ പാപം ഒന്നും പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല.
ഇനി നമ്മൾക്ക് എന്റെ പാപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാം പഠിച്ചോ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വാസമെങ്കിൽ അള്ളാഹു എല്ലാം പൊരുത്തപ്പെട്ടു തരും. ഇൻഷാ അല്ലാഹ് എന്നെ അള്ളാഹു എന്തായാലും കൈവിടൂല, എനിക്ക് എന്തായാലും അള്ളാഹു സ്വർഗം തരുമെന്ന വിശ്വാസമാണെങ്കിൽ എന്തായാലും സ്വർഗം കിട്ടും. എന്നെ പഠിച്ചോ തിരിഞ്ഞു നോക്കൂല എന്ന് ഉറപ്പാണ്. ഞാൻ ഇത്രയുടെ കുരുത്തക്കിടക്ക് കാണിച്ച് ഞാൻ നരകത്തിന് ഉറപ്പാണ്, അയാൾക്ക് നരകേക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ആലോചിക്കുന്നത്, എന്നെ കുറിച്ച് അവന്റെ അഭിപ്രായം എന്താണ്, അതേപോലെയാണ് ഞാൻ എന്റെ അടിമകളോട് പെരുമാറുന്നത് എന്ന് അല്ലാഹു പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ റാബിയത്തുൽ അലവിയ്യ റളിയല്ലാഹു അൻഹാ രാത്രിയുടെ മറവിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഇലാഹി, അല്ലാഹുവേ, അതഹരിഖു ഖൽബൻ യുഹിബ്ബുക, അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ആരാധിക്കുന്ന, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ശരീരങ്ങളെ നീ കരിച്ചു കളയുമോ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, യാ റാബിയ അഹ്സിനിൽ ളന്ന ബിനാ, റാബിയ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി കാണില്ല, ശിക്ഷിക്കുന്ന ഒരാളായി കാണില്ല, ക്രൂരനായി ക്രിമിനലായി എന്നെ കാണില്ല, എന്നെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂവെന്ന് മഹദിയായ റാബിയത്തുൽ അലവിയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് അവിടെ നിന്ന് ഒരു അശരീരി കേട്ടു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. അല്ലാഹു എനിക്ക് പൊരുത്തപ്പെട്ടു, അല്ലാഹു എനിക്ക് സ്വർഗം തരും, അല്ലാഹു എനിക്ക് മാപ്പ് തരും, അല്ലാഹു എനിക്ക് മക്കളെ തരും, അല്ലാഹു എനിക്ക് ആരോഗ്യം തരും. ഇതൊക്കെ ഈ ഒരു ചിന്ത എന്നും പോസിറ്റീവ് ചിന്തയാണ് ഒരു മുഅ്മിനീങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന ആശയം പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നു എന്ന് തന്നെ വിശ്വസിക്കുക. ഇനി വരാനിരിക്കുന്ന റമദാൻ അതിലും പഠിച്ചും പൊരുത്തപ്പെട്ടു. റമദാൻ കഴിയുമ്പോഴൊക്കെ നമ്മളൊക്കെ ഉമ്മ പെറ്റ മക്കളെ പോലെ അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട്? നമ്മളാരും അല്ലാഹുവിനോട് ധിക്കാരം കൊണ്ടൊരു തെറ്റുപോലും ചെയ്യാറില്ല. അങ്ങനെ പഠിച്ചോണ്ട് കാണട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് മസിൽ പിടിച്ച് തെറ്റിയാറുണ്ടോ? അങ്ങനെ പഠിച്ചോണ്ട് യുക്തിവാദികളൊക്കെ ഉണ്ടാവും, നിരീശ്വരവാദികൾ, അവരെ കുറിച്ചല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവ് വരുന്ന ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അവരോടൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറയും, ഞങ്ങൾ ഈ പറയുന്നതൊന്നും നിങ്ങളോടല്ല, നിങ്ങൾ സൗകര്യം പോലെ നടന്നുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് പറയാറുണ്ട്. പിന്നെ വരും എന്തെങ്കിലും പറഞ്ഞിട്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വാഴന്മാരും പറയും, ഞങ്ങൾ ഈ പറഞ്ഞത് വാഴ കേൾക്കാൻ വരുന്ന ഉമ്മമാരോടാണ്, നിങ്ങൾ പറഞ്ഞിടണം, നിങ്ങൾ അവിടുത്തെ മറക്കണം. അല്ല, ഏതെങ്കിലും വൈകി നടക്കുന്ന ജീൻസ് ഇട്ട ടൈറ്റ് ഇട്ട ഷർട്ട് ഇട്ട പെണ്ണുങ്ങളോടൊന്നും നമ്മൾ വാഴ പറയുന്നത് നിങ്ങൾ എന്തിനാ അങ്ങനെ നടക്കുന്നത് നമ്മൾ ചോദിക്കാറില്ല. അവരെ നമ്മൾ ഉപദേശിക്കാൻ പോവാറില്ല, അതേ ഇഷ്ടത്തിന് ചെയ്തോളൂ. പക്ഷെ നമ്മൾ പറയുന്നത് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ദീനീ ബോധമുള്ള വാഴ കേൾക്കാൻ വരുന്ന ഉമ്മമാരോടാണ്. അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയട്ടെ, ഈ വാതിൽ വന്ന ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ലൈവിൽ വന്നിട്ട് പറഞ്ഞോളി. ഇത് വാദം കണ്ടിട്ടുണ്ടാവില്ല, ഖുർആനും കണ്ടിട്ടുണ്ടാവില്ല, ദീനും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് കുറച്ച് ഉസ്താദുമാരെ ചോദ്യം ചെയ്യാൻ കുറച്ച് പെണ്ണുങ്ങൾ. നിങ്ങൾ ഇഷ്ടം പോലെ നടന്നോളി, ആർക്കും ഒരു ഉദ്ദേശമില്ല, ആർക്കും ഒരു വെറുപ്പില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേണമെങ്കിൽ പുറത്ത് ധരിച്ചാൽ മതി, വേണമെങ്കിൽ തലമറിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തൊട്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നടക്കാം. അത് നിങ്ങൾ ഇഷ്ടമാണ്. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ഇസ്ലാമിന്റെ ആശയം തന്നെ എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാമിൽ ഒരാളെ നിർബന്ധിക്കുന്നില്ലല്ലോ. ഒരു പെണ്ണ് പറയാണ് എനിക്ക് പുറത്തിടാൻ ഇഷ്ടമില്ല, നീ ഇടണ്ട. ഒരു പെണ്ണ് പറയാണ് ഞാൻ നിസ്കരിക്കാൻ ഇഷ്ടമില്ല, നീ നിസ്കരിക്കണ്ട. വേറെ പെണ്ണ് പറയാണ് എനിക്ക് ഖുർആൻ ഓതാൻ താല്പര്യമില്ല, നീ ഓതണ്ട. അതെന്റെ ഇസ്ലാം അത്രയല്ലേ പറയുന്നുള്ളൂ. പുറത്തിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പാടി എന്തിനും പുറത്തിടാൻ പറ്റാത്ത എന്ന് പറഞ്ഞിട്ട് പുറത്തിടിക്കാൻ ഇസ്ലാം പറയുന്നുണ്ടോ? നിസ്കരിക്കാൻ താല്പര്യം എന്താ ഇങ്ങോട്ട് പാടാ നിസ്കരിക്കണം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്. കാരണം അവന് വകതിരിവും പക്വതയും തന്റെ ഇടവും എത്തുന്നതിന് മുമ്പ് അവനെ ശീലിപ്പിക്കാനാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കളെ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് നീ പഠിപ്പിക്കുന്നുണ്ട്. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ അവനിഷ്ടമാണ്, അവന്റെ ഉമ്മമാരെ അടിക്കാൻ പോണ്ട, അവൻ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ഇസ്ലാം അങ്ങനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുക. പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്കും അള്ളാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ ഉളരണം. ഉളരാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. പിന്നെയോ വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ
സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ സ്വർഗത്തിന് വേണ്ടിയും മത്സരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് സ്വർഗം? എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ ഏഴ് ആകാശങ്ങളെക്കാൾ ഭൂമിയെക്കാളും വിശാലമായ മനോഹരമായ കൊട്ടാരമാണ്, മനോഹരമായ പറുദീസയാണ്, മനോഹരമായ ആരാമങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാനും നിങ്ങൾ മത്സരിക്കണമെന്ന് ഉള്ളരണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആർക്കാണ് ആ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ഈ സ്വർഗവും ഈ പാപമോചനവും. നേരത്തെ പറഞ്ഞ പോലെ മുത്തഖീങ്ങൾക്കാണ് ഈ സ്വർഗവും അതേപോലെ ഈ പാപമോചനവും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ്. ഏത് മുത്തഖീങ്ങൾ? എന്ന മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? الذين ينفقون في السراء والضراء. മുത്തഖീങ്ങൾ എന്ന് പറയുന്നത് നോട്ടുകെട്ടുകൾ അല്ലാഹു വാരിക്കോരി തരുമ്പോൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് ലക്ഷ്യങ്ങൾ വലിച്ചെറിയുന്നവനല്ല മുത്തഖി എന്ന് പറയുന്നത്. അല്ലാഹു തആല നിഅമത്തുകളും അനുഗ്രഹങ്ങളും കച്ചവടങ്ങളിലെല്ലാം അഭിവൃദ്ധി നൽകി വലിയ സമ്പന്നനാക്കിയവരെ മുതലാളിയാക്കി ഇഷ്ടം പോലെ തോന്നിയതും ആഗ്രഹിച്ചതുമെല്ലാം അല്ലാഹു ഒരാൾക്ക് നൽകുമ്പോ അയാൾ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക്, അല്ലാഹുവിന്റെ സ്ഥാപനങ്ങളിലേക്ക്, ദീനിയായ കാര്യങ്ങളിലേക്ക് നോട്ടുകെട്ടുകൾ വലിച്ചെറിയുന്നുണ്ട്. അയാളെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ അതേ വ്യക്തിക്ക് പെട്ടെന്നൊരു സാമ്പത്തിക മാന്യമുണ്ടായ സുപ്രഭാതത്തിലെല്ലാം തകർന്ന് തരിപ്പണമായി അയാൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് പള്ളിയിൽ നിന്നൊരാൾ പിരിവുമായി വീട്ടിലേക്ക് ചെന്നത്. ആ പള്ളിയിൽ നിന്ന് വരുന്ന പിരിവുകാരെ ആട്ടിയോടിക്കുന്നതിന് പകരം വളരെ കഷ്ടത്തിലായിട്ടവരെ വീടിനുള്ളതെല്ലാം എണ്ണി പെറുക്കി തിട്ടപ്പെടുത്തി പള്ളിയിലേക്ക് കൊടുക്കുന്ന പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ആർക്കാ സ്വർഗ്ഗമുള്ളത്? യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. മനുഷ്യന്റെ ജീവിതം ഒന്നുകിൽ സറാ ആണ് അല്ലെങ്കിൽ ദറാ ആണ്. എന്താ സറാ എന്ന് പറഞ്ഞാൽ? ദറാ എന്ന് പറഞ്ഞാൽ എന്താ? സാറാന്ന് കേട്ടിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു അജബൻ ലിഅംരിൽ മുഅ്മിൻ. മുഅ്മിനീങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഞാൻ ആ അത്ഭുതപ്പെട്ടാൽ എനിക്ക് സന്തോഷം തോന്നാം. എന്തേ? ഇൻ അസ്വാബതുഹു സറാഉ ശകർ വഇൻ അസ്വാബതുഹു ളറാഉ സബർ. മനുഷ്യന്റെ ജീവിതം രണ്ട് രീതിയിൽ. ജീവിതത്തിൽ പ്രസവിച്ചത് മുതൽ ഇന്നേ വരെ കരയാത്താരെങ്കിലും നമ്മുടെ സദസ്സിലുണ്ടോ? ഇന്ന് വരെ കരയാത്താലും ഇല്ല, ഇന്ന് വരെ ചിരിക്കാത്താളുണ്ടോ? അതുമില്ല. അതിനർത്ഥം എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, ദുഃഖവുമുണ്ട്. അല്ലേ? സന്തോഷമുണ്ട്, ദുഃഖവുമുണ്ട്. സന്തോഷം മാത്രം അല്ലാഹു ഒരാൾക്കും കൊടുക്കൂല, ദുഃഖം മാത്രം അല്ലാഹു ഒരാൾക്കും കൊടുക്കൂല. അല്ലാഹു ചോദിക്കുന്നുണ്ട് അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ പ്രയാസങ്ങൾക്ക് തൊട്ടുടനെയും ഒരു ദുഃഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. പ്രയാസങ്ങൾക്ക് ശേഷം ഒരു സന്തോഷമുണ്ട്, ദുഃഖങ്ങൾക്ക് ശേഷം ഒരു ആനന്ദമുണ്ട്, പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എളുപ്പമുണ്ട് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു മാ മിൻ ബൈതിൻ മുലിഅ ഫറഹൻ ഇല്ലാ മുലിഅ തറഹാ. ഏതെങ്കിലും വീടുകളിൽ അല്ലാഹു തആല സന്തോഷം നൽകിയാൽ ആ സന്തോഷത്തിന്റെ തൊട്ടുടനെ അല്ലാഹു ഒരു ദുഃഖം നൽകുമെന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പഠിപ്പിക്കുന്നത്. സന്തോഷം ഉണ്ടായാൽ അതിന്റെ തൊട്ടുടൻ ഒരു ദുഃഖം ഉണ്ടാവും. ഇല്ല, ഉണ്ടാവാറില്ല? നിങ്ങൾക്ക് അനുഭവങ്ങളില്ലേ? സന്തോഷം ഉണ്ടായാൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവും. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. പക്ഷെ നമ്മെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടെങ്കിലും പഠിച്ചോൻ കൂലി തരാണ്, സന്തോഷമുണ്ടെങ്കിലും അല്ലാഹു കൂലി തരാണ്. അവിടെ അത്ഭുതം അല്ലെ? ദുഃഖമുണ്ടാകുമ്പോ കൂലി തരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ സന്തോഷം ഉണ്ടാകുമ്പോഴും കൂലി തരിക. ഒരാൾ മിണ്ടാണ്ടിരുന്നാൽ ശമ്പളം തരിക, ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. മിണ്ടാണ്ടിരുന്നാൽ മുതലാളി ശമ്പളം തരിക. അത് അത്ഭുതമല്ലേ?
അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഇന്ന സാബത്തുഹു സറാഉ ശകർ, സന്തോഷമുണ്ടാകുമ്പോ, ആനന്ദമുണ്ടാകുമ്പോ, നിഅമത്തുണ്ടാകുമ്പോ, ഐശ്വര്യമുണ്ടാകുമ്പോ അയാൾ അൽഹംദുലില്ലാഹ്, ഇതെല്ലാം എന്റെ റബ്ബ് തന്നതാണ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന് ശുക്ർ ചെയ്യും. അപ്പോഴും അല്ലാഹുവിന് പ്രതിഫലം നൽകുകയാണ്. അവൻ അല്ലാഹു സമ്പാദ്യം നൽകുമ്പോ ആ സമ്പാദ്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് അവൻ ചെലവഴിക്കും. അപ്പോഴും അല്ലാഹുവിന് കൂലി നൽകുകയാണ്. ഇനി അയാൾക്ക് പ്രയാസങ്ങൾ വന്നാൽ, സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ പ്രയാസങ്ങൾ വന്നാൽ അയാൾ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞാൻ പ്രയാസത്തിലാണ് റബ്ബേ, നിന്റെ തീരുമാനമാണ് അല്ലാഹ്, ഞാൻ ക്ഷമിക്കുകയാണ് റബ്ബേ. ഇന്നലെ വരെ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ നൽകിയിട്ട് ഇന്നലെ സുപ്രഭാതത്തിൽ എന്റെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റുതെളിച്ച് 5 പൈസ പോലും ഇല്ലാത്തൊരു സാഹചര്യം നീ എനിക്ക് തന്നിട്ട് എനിക്ക് യാതൊരു പരാതിയില്ല റബ്ബേ, ഞാൻ ക്ഷമിക്കുകയാണ്, ഞാൻ നിന്നിലേക്ക് മടങ്ങേണ്ടവനല്ലേ എന്നുള്ള ആ ദിക്ർ ചൊല്ലുമ്പോഴേക്കും അല്ലാഹു അവന് അതിനുള്ള പ്രതിഫലം നൽകുകയാണ്. ബിസിനസ്സും കച്ചവടമൊക്കെ പൊട്ടി നാട്ടിലേക്ക് വന്നിട്ട് പ്രയാസത്തിന് തട്ടിമുട്ടി ജീവിക്കുമ്പോൾ പിരിവിന് വന്ന ദേഷ്യപ്പെടാൻ നിൽക്കണ്ട, നിങ്ങൾക്കൊക്കെ പൈസ നില്ല, ഞാൻ ഇങ്ങനെ പോയതെന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഉള്ളതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി പൊറുക്കിയിട്ട് കൊടുക്കണം. എന്തിന്? എന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. പ്രയാസങ്ങൾ മാറും. ഇവിടെ കടം തീരാൻ വേണ്ടി 2000 കൊടുത്തില്ലേ, അയാൾക്ക് എന്താ 2000 മാറ്റി വെച്ചാൽ അയാൾ 10,000 കൊടുത്ത് 2000 ബാക്കി 8000 സമ്പാദിച്ചാൽ പറയുന്നു. ഒരു 10,000 കടമുള്ള ആൾ 2000 കൊടുക്കണം. എന്തിനു? പഠിച്ചോനെ എന്റെ കടം തീർക്കണേ. അതുകൊണ്ട് കബറ്, അപ്പാന്റെ കബറ് വിശാലാകാൻ വേണ്ടിയിട്ട് ഒരാൾ 2000 കൊടുത്ത് ദുആ ചെയ്തപ്പോ അപ്പുറത്തുള്ള ആള് ആമീനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനു ആമീൻ പറയാത്തത്? ഞാനങ്ങനെ ആമീൻ പറയാ, അപ്പുറത്തുള്ള എന്റെ ഉപ്പാന്റെ കബറല്ലേ, ഇത് വിശാല എന്റെ ഉപ്പാന്റെ കബറല്ലേ എടുങ്ങ എന്നാ 2000 എന്റെ വക, എന്തിന് എന്റെ ഉപ്പാന്റെ കബറ് വിശാലാൻ വേണ്ടിട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് വേണം പറഞ്ഞു വരുന്നത്? നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ സ്വതക്ക് കൊടുക്കുന്നത് എന്തിനാ? 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 പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറി കിട്ടാൻ വേണ്ടി അല്ലാഹുവേ എന്റെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ അല്ലാഹ്, അല്ലാഹുവേ എന്റെ കടങ്ങളെ തീർത്തു തരണേ അല്ലാഹ്, അല്ലാഹുവേ എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ എന്റെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആ ഒരു നിയ്യത്തോടു കൂടി, ആ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് കയ്യിലുള്ളതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ കൊടുക്കുമ്പോൾ അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി പഴയകാല അഭിവൃദ്ധി നമ്മളിലേക്ക് തിരിച്ചു നൽകുകയാണ്. കച്ചവടമൊക്കെ കഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്, കൊടുക്കാതിരിക്കണ്ട, ഉള്ളതൊക്കെ എടുത്ത് കൊടുക്ക്. എങ്കിൽ ആ കച്ചവടം അല്ലാഹു കൊണ്ടും പഴയ അഭിവൃദ്ധി തിരിച്ചു തരും. കൊടുത്തില്ലേ അതേപോലെ തുടരും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഭാഗം കൊണ്ടുപോയി, ഉദാഹരണം പറഞ്ഞാൽ 10 ലക്ഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് നൽകി. നബിതങ്ങൾ ചോദിച്ചു, ഉമറേ കൂട്ടുകാർക്ക് വല്ലതും ബാക്കിയുണ്ടോ ഉമറേ? അപ്പോഴാണ് ഉമർ പറഞ്ഞത്, ഇനിയും ഒരു 10 ലക്ഷം അവിടെ ബാക്കിയുണ്ട് നബിയേ. എന്റെ സമ്പാദ്യം 20 ലക്ഷമാണ്. 20 ലക്ഷത്തിൽ നിന്ന് 50% ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ഇനിയും ഒരു 10 അവിടെ ബാക്കിയുണ്ട്. സിദ്ദീഖ് തങ്ങൾ വന്നത് 1000 രൂപ കൊണ്ടാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ വന്നത് 1000 രൂപ കൊണ്ടാണ്. ഉമർ തങ്ങൾ വന്നത് 10 ലക്ഷം രൂപ കൊണ്ടാണ്. ഇത് കൃത്യമായ കണക്കാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സിദ്ദീഖ് തങ്ങളെ വരവ് കണ്ട ഉമർ തങ്ങൾക്ക് സന്തോഷമായി. ഇന്നെങ്കിലും നിങ്ങളെക്കാൾ മുമ്പിൽ എനിക്ക് എത്തണം. എന്തിന്? നന്മയിൽ. സ്റ്റേജിൽ മുമ്പിൽ ഇരിക്കണം എന്നല്ല, പത്രത്തിൽ ഓട്ടം വരണമെന്നല്ല, നിങ്ങളെക്കാൾ ഇന്നെങ്കിലും നന്മയിൽ മുമ്പിൽ എത്തണം. ഞാനൊരു തത്വത വിചാരിച്ചെങ്കിൽ 2 തത്വത, ഞാൻ 2 എനിക്ക് നിങ്ങളെ ഒരിക്കലും അമലിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നെങ്കിലും എനിക്ക് ഓവർടേക്കണം. ഭയങ്കര സന്തോഷത്തിനായി അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് 1000 രൂപ അല്ലാഹുവിന്റെ ഹബീബിന് നൽകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, സിദ്ദീഖേ കൂട്ടുകാർക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹു റസൂല, എന്റെ റബ്ബിനെയും എന്റെ റസൂലിനെയും അല്ലാതെ എന്റെ വീട്ടിൽ ധാന്യമണി പോലും ബാക്കിയില്ലാതെ വീട്ടിലുള്ളതെല്ലാം എണ്ണി പൊറുക്കിയെടുത്തിട്ട് 100% കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ തങ്ങളുടെ 10 ലക്ഷത്തെക്കാളും മൂല്യമുണ്ടായത് സിദ്ദീഖ് തങ്ങളുടെ 1000 രൂപയ്ക്കാണ്. അല്ലേ? ഉണ്ടായത് എന്റെ 100% കൊടുത്തു. ഉമർ തങ്ങൾ
സിദ്ദീഖ് തങ്ങളെ മറികടക്കായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പലരും ഇവിടെ 10,000 നിൽക്കുമ്പോ, പലരും ഇവിടെ 5,000 2,000 നിൽക്കുമ്പോ എനിക്ക് നൽകാൻ കഴിയുന്നില്ലല്ലോ, എന്റെ കയ്യിൽ വരുമാനമില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് 100 നൽകുന്നത് 500 നൽകുന്നത്? ഈ ഒരു ചിന്ത വേണ്ട. ചില ആളുകളുടെ 10,000-ങ്ങളെക്കാൾ ചില ആളുകളുടെ 10 രൂപയ്ക്ക് മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയണം. ചില ആളുകളുടെ 10,000-ങ്ങളെക്കാളും മറ്റു ചിലരുടെ 10 രൂപയ്ക്ക് വിലയുണ്ട്. കാരണം എന്താ? അയാൾ കൊടുത്തത് 100-ൽ നിന്ന് 10, മറ്റാൾ കോടിയിൽ നിന്ന് 10,000 കൊടുത്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, അജബൻ, അത്ഭുതം, എനിക്ക് സന്തോഷം തോന്നാണ്. മുഅ്മിനീങ്ങൾ അല്ലാഹു നിഅമത്ത് നൽകുമ്പോൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു പ്രയാസങ്ങൾ നൽകിയാൽ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവരാണ്. പ്രയാസമുണ്ടായാലും ദുഃഖമുണ്ടായാലും സന്തോഷമുണ്ടായാലും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എപ്പോഴും പ്രതിഫലം തന്നെയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ലദീന യൂഫിഖൂന ഫിസ്സറാ, അല്ലാഹു നിഅമത്ത് നൽകുമ്പോൾ ചെലവഴിക്കുന്നവർ, വല്ലറാ, പ്രയാസങ്ങളും കടങ്ങളും ബാധ്യതകളും ഉണ്ടാകുമ്പോൾ ചെലവഴിക്കുന്നവർ. ഇത്തരം ആളുകൾക്കാണ് അല്ലാഹു തആല വിശാലമായി നീണ്ടു കിടക്കുന്ന സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന ബാധ്യതകളില്ലാതിരിക്കാൻ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഒരാൾ സിദ്ദീഖ് തങ്ങളെ പച്ച തെറി വിളിക്കാൻ തുടങ്ങിയത്. നബി തങ്ങളും സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ, സിദ്ദീഖ് തങ്ങൾ നബി തങ്ങൾ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളെ ഇങ്ങനെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക. തെറിക്ക് ഇങ്ങനെ വിളിക്കാൻ വായ തുറന്നാൽ മതി. ചില ആളുകൾ വായന വരുന്ന തെറിയല്ലാതെ വരുന്ന ചില ആളുകൾ സ്നേഹത്തിൽ വിളിക്കും, ഒരു ഡാഷ് ഇങ്ങോട്ട് വാങ്ങും, അങ്ങനെ വിളിക്കാൻ. സ്നേഹത്തിൽ ചങ്ങായിമാരെ സ്നേഹത്തിൽ വിളിക്കുന്ന അങ്ങനെ. പിന്നെ തെറി വിളിക്കുന്നതിന്റെ കഥ ഞാൻ പറയണ്ടതാണ്. ഉപ്പ എന്ന് പറയുന്നതിന്റെ വെല്ലുപ്പാൻ ഉപ്പായി തിരിച്ചങ്ങാട്ടാണ്. ഇസ്ലാമിന്റെ സംസ്കാരം അതാണ്. ഇസ്ലാമിന്റെ സംസ്കാരം അതല്ല. സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മാന്യത പാലിക്കണം. ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ചില ആളുകൾക്ക് ദീനുമില്ല മതമില്ല, പേരൊക്കെ മുസ്ലിങ്ങളുടെ പേരായിരിക്കും, പേരൊക്കെ മുസ്ലിങ്ങളുടെ പേരായിരിക്കും. അത്തരം ആളുകൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കടന്ന് നരകിക്കാൻ തോന്നിവാസം വിളിച്ചു പറയാണ്. അതിനൊന്നും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട. അവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ നിൽക്കണ്ട. അവര് ഓൺലൈനിലെ ബുദ്ധിജീവികൾ, ഓൺലൈനിലെ വിഡ്ഢിജീവികളാണ്. ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റില്ല. ദീനും സംസ്കാരം ഇല്ലാത്ത ആളുകൾ എന്തും വിളിച്ചൊന്നുമില്ല. ആർക്കെതിരെ എന്താരോപണം. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുറച്ച് പക്വതയുള്ള ആളുകളാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് മാന്യതയുടെ പ്രതീകങ്ങളാവേണ്ടവരാണ്. നിങ്ങൾ അവരെ പോലെ എല്ലാവരും സെയിമായി ചെയ്യരുത്. നമ്മൾ മാന്യത കാണിക്കണം. നമ്മൾ ഇസ്ലാമിന്റെ ആശയം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളും പറയില്ല. നിങ്ങൾക്ക് അതേ പറ്റൂ, തോന്നിയ സം പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂ. നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. സിദ്ദീഖ് തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കാൻ ഒരാൾ കടന്നു വന്നിട്ട് നിരന്തരമായി ചീത്ത വിളിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് അടുത്തിരിക്കുന്നുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ നല്ല രസമുണ്ടാവില്ലേ? ഞാനും നിങ്ങളോട് ഇരിക്കുമ്പോ വേറൊരു കാക്ക വന്നിട്ട് എന്റെ പുറത്തിരിക്കുന്ന ആളിങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ചിരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരിക്കുമ്പോ എന്നെ ചീത്ത പറയാൻ അപ്പൊ നിങ്ങൾക്ക് ചിരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുവോ? വേദന വിളിച്ച് വേദന പറയാൻ വന്നിട്ട് എന്നെ ഇങ്ങനെ ചീത്ത ചിരിക്കല്ലേ? സിദ്ദീഖ് തങ്ങൾ ചീത്ത പറയുമ്പോൾ ചിരിക്കാൻ കുറേ നേരം ഇങ്ങനെ ചീത്ത വിളിച്ച് സിദ്ദീഖ് നിങ്ങളൊന്നും മിണ്ടില്ല. അവസാനം ഗതികെട്ട് ക്ഷമനശിച്ച് സിദ്ദീഖ് തങ്ങൾ തിരിച്ചങ്ങോട്ടൊരു വാക്ക് പറഞ്ഞു. നബി തങ്ങൾ ചുടിച്ചു, ദേഷ്യപ്പെട്ടു, അവിടെ നിന്ന് നടത്താം. അത് സിദ്ദീഖ് തങ്ങൾ മനസ്സിലായി, നബി തങ്ങൾക്ക് എന്തോ ഒരു ദേഷ്യം വന്നിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങൾ നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നു.
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തനബിയേ, എന്നെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുകയും ഞാൻ അയാളെ ചീത്ത പറഞ്ഞപ്പോ നിങ്ങൾ കോപത്തോടെ ദേഷ്യത്തോടെ നിങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു. എന്റെ സദസ്സിൽ നിന്ന് എണീറ്റ് പോയി. ഇങ്ങനെയാണ് ഒരു ചങ്ങാതി ഉണ്ടാവേണ്ടത്. ചങ്ങാതി ഇങ്ങനെ കൂടുന്നിട്ട് സഹകരിക്കല്ലേ വേണ്ടത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സിദ്ദീഖേ, ഇന്നഹു കാന മഅക മലകുൻ, നിന്റെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു. അയാൾ നിന്നെ ചീത്ത പറയുമ്പോൾ നിന്റെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു. അയാൾ നിന്നെ പറയുന്നതിനേക്കാളും സ്ട്രോങ് ആയി മലക്ക് തിരിച്ച അയാളോട് പറഞ്ഞിരുന്നു. തക്കാളി എന്ന് പറയുമ്പോ വേണ്ടക്കാന്ന് പറയാം അല്ലേ? നീ പറയുന്നതിനേക്കാളും സ്ട്രോങ്ങിൽ മലക്ക് അങ്ങോട്ട് പറഞ്ഞിരുന്നു. പിന്നെ നീ ഒന്ന് തിരിച്ചു പറഞ്ഞില്ലേ, മലക്ക് എണീറ്റ് പോയി. മലക്കിനത് ഇഷ്ടപ്പെട്ടില്ല. മലക്ക് പോയ ഉടനെ അവിടേക്ക് ഒരു ശൈത്താൻ വന്നിട്ടിരുന്നു. ശൈത്താനുള്ള സദസ്സിൽ ഞാൻ ഇരിക്കൂല സിദ്ദീഖേ, ശൈത്താൻ വന്നപ്പോ ഞാൻ പോയതാണ്. അപ്പൊ തർക്കിക്കുന്ന സദസ്സിൽ ശൈത്താൻ ഉണ്ടാകും. തർക്കിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ശൈത്താന്റെ സങ്കേതമായിരിക്കും. കുട്ടിച്ചാത്തനും എല്ലാ ചാത്തനും ഉണ്ടാവും. ചില വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും തർക്കിക്കാൻ വേണ്ടി മാത്രം. എന്താ തർക്കം? IPL ചെന്നൈ സൂപ്പർ കിങ് തോറ്റോ ജയിച്ചോ? തോറ്റു. എന്നാ നിന്റെ കളിക്കാൻ ഓൻ കളിച്ചില്ലല്ലോ, ഓൻ വിക്കറ്റ് എടുത്തില്ലല്ലോ, ഓൻ ഗോൾ അടിച്ചില്ല. എന്തിപ്പോ ചർച്ച? ചെറുപ്പക്കാർക്ക് വലിയ കാര്യമായിട്ട് ചർച്ച ചാനൽ IPL ഫുട്ബോളൊക്കെ. പൊന്നാര ചെറുപ്പക്കാരോട് പറയാനുണ്ട്, ആരോ എവിടെയോ കളിക്കുന്നു, നമുക്കൊന്നും കിട്ടാനില്ല. ആരോ എവിടെയോ കളിക്കുന്നു, നമുക്കൊന്നും കിട്ടാനില്ല, നമുക്ക് നഷ്ടമില്ലാതെ ലാഭങ്ങളൊന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് വെറുതെ ഒച്ചപ്പാടില്ലാത്ത സമയം കളയണ്ട. നിങ്ങൾ കളി കാണുന്നില്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കളി കണ്ടിട്ട് പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ച, വേറെ എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്, വേറെ എന്തൊക്കെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അല്ലാഹുവേ, കടബാധ്യതകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ശർറായ ഖളായിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സദഖ നൽകുന്ന ആളുകൾക്ക് എന്തൊക്കെയാണോ നീ ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ പറഞ്ഞു തന്നത്, ആ ശ്രേഷ്ഠതകളെല്ലാം ഇയാൾക്കും ഇതുപോലെ ഇവിടെ ഏൽപ്പിച്ച എല്ലാ ആളുകൾക്കും നീ നൽകണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ടത് ശരിയായില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, നിന്റെ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു. അയാളോട് തിരിച്ചു പറയാൻ നീ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞപ്പോ മലക്ക് പോയി, പിശാച് വന്നു. പിശാചുള്ള സദസ്സിലേക്ക് ഞാൻ കടന്നു വരൂല, ഞാൻ അവിടെ ഇരിക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. രണ്ടുപേര് അടിപിടി കൂടുന്ന സദസ്സ് കാണുമ്പോ ഒന്നുകിൽ അവരോട് രണ്ടുപേരോടും അടിപിടി നിർത്തി നല്ല സന്ധിയായി നന്നായി സംസാരിച്ച് സലാം പറഞ്ഞവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് മാറി പിശാചിന്റെ സങ്കേതമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ അബൂബക്കർ, ഞാൻ നിങ്ങളോട് 3 യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയാണ്, 3 സത്യങ്ങൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറേ, സലാസുൻ കുല്ലുഹുന്ന ഹഖ്ഖുൻ, 3 കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, നടക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ സിദ്ദീഖേ, ഇത് സത്യമാണ്, ഇത് നടക്കുമെന്ന് ഉറപ്പാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? മാ മിൻ അബ്ദിൻ മുലിമ ബിമദ്ലമ, ഒരാളെ മറ്റൊരാൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തികമായി ശാരീരികമായി ആക്രമിക്കുകയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നമ്മെ എന്നെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാക്കി, ഉസ്താദ് വന്നു 2 ലക്ഷം ചോദിച്ചു, ആയിക്കോട്ടതല്ലേ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് അതല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറൊരാളെ നമ്മുടെ വോളണ്ടിയർമാരിവിടെ ഉണ്ട്, അവരെന്തൊരു വാക്കുതർക്കത്തിൽ 4 പൊട്ടിച്ചു, ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി. ബാധ പറഞ്ഞ ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ വോളണ്ടിയർ വലിയ ഉസ്താദിന്റെ കാറ്റയച്ചു, വണ്ടിയുടെ കാറ്റ്. അങ്ങനെ ഉണ്ടല്ലോ മദ്രസയിലൊക്കെ ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. സ്വതः ഉസ്താദ് ഏതെങ്കിലും ഉസ്താദ് അടിച്ചാൽ ഉസ്താദിന്റെ വണ്ടിയുടെ കാറ്റയക്കുക, വണ്ടിയിൽ നല്ലൊരു മറ്റേ ബ്ലൈഡ് കൊണ്ടൊരു വരക്കുക, ഉസ്താദിന്റെ തുണി കീറുക, ഉസ്താദിന് ചായ ഒളിപ്പിച്ചെടുക്കുക. അങ്ങനെ ഏതൊരു സ്ഥലത്ത് ഉസ്താദിന്റെ ബൈക്ക് കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു, ബൈക്കിനെ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു ഉസ്താദിന്റെ. ഉസ്താദ് രാവിലെ നോക്കുമ്പോൾ ബൈക്ക് കിണറ്റില്ല. എന്തോ ഒരാൾ പറഞ്ഞ തമാശ, ഏതൊരു രാത്രി, നല്ല വറാത്തിന് രാത്രി, അങ്ങനെ ഏതൊരു രാത്രി. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികാരം എടുത്തു.
ആ പ്രതികാരം എടുത്ത ആളുകൾക്ക് തിരിച്ചയാൾ ആക്രമിക്കാൻ കഴിയുക, അടിക്കാൻ കഴിയുക, കേസ് കൊടുക്കാൻ കഴിയുക, അയാളിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാനൊക്കെ കഴിയുക. പക്ഷേ അയാൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ച് തിരിച്ചടിക്കാതെ, തിരിച്ച് പ്രതികരിക്കാതെ, തിരിച്ച് പാടത്തും പറമ്പത്തും തിരിച്ചു കൊടുക്കാതെ, ഒട്ടിന് വെട്ടും കൊത്തിനും കൊത്തുമല്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന സിസ്റ്റം അല്ല. എന്നെ കൊത്തിയാ ഞാൻ കൊത്തും, എന്നെ വെട്ടിയ ഞാനും വെട്ടും, ഇതൊന്നും ഇസ്ലാമിന്റെ സിസ്റ്റം അല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. വെട്ടുന്നവന് നിങ്ങൾ തിരിച്ച് പുഞ്ചിരി നൽകാൻ ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെ തന്നെ ബക്കറ്റുണ്ടാകും, ബക്കറ്റ് വേഗം കൊട്ടുവരുമാരുണ്ട്. സമയത്തിലായി കുറേ സംസാരിക്കാൻ സമയമില്ല, നല്ല മേയ്ക്കാനുണ്ട്. ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ എന്നിട്ട് അല്ലാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ചാൽ പരസ്യമായിട്ട് ചീത്ത പറഞ്ഞു. പള്ളി സെക്രട്ടറി ഒരാൾ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിച്ചു. അയാൾക്ക് തിരിച്ചടിക്കാനും കഴിയാ, പച്ചയ്ക്ക് തെറി വിളിച്ചു. പള്ളി സെക്രട്ടറി പച്ചയ്ക്ക് തെറി വിളിച്ചു. എല്ലാവരും കൂടെ അതൊരു ഇൻസൾട്ടിങ് ആണ്, അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ല. അയാൾക്ക് തിരിച്ചടിക്കാനും കൊട്ടേഷൻ ഇടാനൊക്കെ കഴിയാ, കുഴപ്പമില്ല, കുട്ടികളല്ലേ, മറുപടി ഒന്നും കൊടുത്തില്ല. ഈ രീതിയിൽ അല്ലാഹു തആല പ്രതികരിക്കാതെ അല്ലാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ചാൽ അല്ലാഹു പറയാനില്ല, അസ്സല്ലാഹു ബിഹാ നസറ, ആ മനുഷ്യന് അല്ലാഹു വിജയം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരാളിന്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സാമ്പത്തികമായി, ശാരീരികമായി ആക്രമിച്ച് അയാളെ തിരിച്ച് പ്രതികരിക്കാതെ അല്ലാഹുവിന് വേണ്ടി ദേഷ്യം കടിച്ചു പിടിച്ചാൽ വിജയിക്കുന്നത് ദേഷ്യം കടിച്ചു പിടിച്ച ആളായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇലക്ഷൻ വരുമ്പോഴൊക്കെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കും. സാമ്പത്തികമായ ആരോപണങ്ങൾ, ലൈംഗികമായ ആരോപണങ്ങൾ, ഇന്നതൊക്കെയാണ് ചില ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തനം. അതൊക്കെ ചില ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പാർട്ടിക്കാരെ ലൈംഗിക ആരോപണം നടത്തണം, വേറൊന്നും ഉണ്ടാവില്ല. അതേ കഴിയും, സ്വന്തമായിട്ട് പറയാനൊന്നും ഉണ്ടാവില്ല. 5 വർഷത്തെ ഭരണം, 2 വർഷത്തെ ഭരണത്തിൽ എന്തെങ്കിലും ചെയ്താലല്ലേ പറയാനുണ്ടാവും. ഒന്നും പറയാനില്ലാതിരിക്കുമ്പോ മറ്റുള്ള രാഷ്ട്രീയക്കാർ ഇന്നാലെന്ന ആചാര്യ, ഇന്നാലെന്ന പോക്കരാജ്, ഇന്നാലെന്ന ഒരാൾ പേര് വിളിച്ചിട്ട് ഇന്നാലെന്ന കാലത്താണ് കണ്ടുപിടിച്ച ആളാണ്, വ്യഭിചരിച്ച ആളാണ്, അങ്ങനെ ആരോപിക്കുക. ഇതിപ്പോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനാണ് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുക, നെറികെട്ട രാഷ്ട്രീയം എന്ന് പറയുക. മാന്യമായ രാഷ്ട്രീയം സ്വന്തം കഴിവും സ്വന്തം പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുക്കലല്ല. പച്ച നുണ പറഞ്ഞു കൊടുക്കുന്നതിന് രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട്, 4 വോട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മുഴുവൻ ചരിത്രത്തെ വ്യഭിചരിക്കുന്ന രീതിയിൽ പച്ച നുണ പറഞ്ഞെടുക്കുന്നതിലോ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇവിടെ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മറ്റുള്ളവരെ വ്യക്തിപരമായി ആരോപണം നടത്തുമ്പോ തിരിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടും മാപ്പ് നൽകുന്ന ആളുകൾ, അവർക്കാണ് അവസാന വിജയമുണ്ടാവുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ പ്രതികരിക്കാൻ നിൽക്കണ്ട, നിങ്ങളെ വിജയിക്കുക. പ്രതികരിച്ചാൽ നിങ്ങൾ തോറ്റുപോകും, പ്രതികരിച്ചാൽ നിങ്ങൾ തോറ്റുപോകും. അങ്ങനെ മഹാനായ ഷാഫി ഇമാമിനോട് ചില ആളുകൾ ചോദിച്ചു, ഖാലൂ സകത്ത വഖദ് ഖൂസിൻത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബിശ്ശദ്ദി മിഫ്താഹു. അല്ലയോ ഷാഫി ഇമാമേ, നിങ്ങളോട് തർക്കിക്കാൻ പല ആളുകളും വരാറുണ്ട്, നിങ്ങളോട് തർക്കിക്കാൻ പല ആളുകളും വരാറുണ്ട്. നിങ്ങൾ അവരോട് തർക്കിക്കാതെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യാറ്. നിങ്ങളോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് തർക്കിക്കാതെ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തേ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കാത്തത്? അപ്പോഴാണ് മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്, ഇന്നൽ ജവാബ ലിബാബിശ്ശർരി മിഫ്താഹു. വിവരദോഷികളായ വിഡ്ഢികളായ ആളുകൾക്ക് മറുപടി പറയുക എന്നുള്ളത് ശർറിന്റെ കവാടം തുറക്കലാണ്, അപകടത്തിന്റെ കവാടം തുറക്കലാണ്. ഭൂലോക വിഡ്ഢികൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഓൺലൈനിൽ വരുന്ന പറഞ്ഞില്ല, ബുദ്ധിജീവികളാണെന്ന് സ്വയം നടിച്ചു വരുന്നത്, അവർക്കൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. പറയുമ്പോഴാണ് അപകടം പിടിക്കുക. ഇന്ത്യയിലെ മതി. ഇന്നൽ ജവാബ ലിബാബിശ്ശദ്ദി മിഫ്താഹു. ഈ വിവരമില്ലാത്ത വിവരദോഷികൾക്ക് മറുപടി പറയാൻ നിൽക്കരുത്, വെട്ടികളായ ആളുകൾക്ക് മറുപടി പറയാൻ നിൽക്കരുത്. ഷെയിൻ ചെയ്യാൻ വേണ്ടി, വീഡിയോകൾ വൈറലാവാൻ വേണ്ടി, ആളുകളുടെ ഫെയിമിന് വേണ്ടി കേട്ട പാതി കേൾക്കാത്ത പാതി ദൈവമായി വരുന്ന ആളുകൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട.
ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. ഇന്നൽ ജവാബ ലിബാബിശ്ശദ്ദി മിഫ്താഹു. ഇങ്ങനെയുള്ള തോന്നിവാസികൾക്ക് മറുപടി പറഞ്ഞാൽ അതിന് മറുപടി പറയാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. വേറൊരു സമയവും കിട്ടൂല. അത് അപകടങ്ങൾക്ക്, അത് നിങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് മിണ്ടാണ്ടിരി. അതിനൊന്നും മറുപടി പറയണ്ട. നിങ്ങൾക്കെതിരെ വ്യഭിചാരോപണം ഉന്നയിച്ചോ? പിന്നെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളുണ്ടാവും, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആളുകളുണ്ടാവും. അവരോട് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്താണ് യാഥാർത്ഥ്യം എന്നത്. വിഡ്ഢികളായ വിവരദോഷികളായ ആളുകൾക്ക് മാപ്പ് നൽകുക എന്നുള്ളതാണ് അഭിമാനം. അവരോട് പക വെച്ച് നടക്കലല്ല, അവരോട് വൈരാഗ്യം വെച്ച് നടക്കലല്ല, അവർക്ക് മാപ്പ് നൽകലാണ് അഭിമാനം. എന്നിട്ട് പറയാണ് ഇന്നൽ ഉസൂദ ലതുഖ്ശാ വഹിയ സാമിതത്തുൻ വൽകൽബു യുഹസാ വയുർമാ വഹുവ നുഖാഹു. സിംഹങ്ങൾ ഇടയ്ക്കിടെ ഗർജിക്കാറില്ല, കുരക്കാറില്ല. സിംഹങ്ങളെ കാണുമ്പോൾ ആളുകൾ പൊടിക്കാറില്ലേ? എന്നാൽ നായകൾക്ക് എന്താ പണി? കുരച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും പൊടിക്കാറുണ്ടോ? നായകൾ കാണുമ്പോൾ കല്ലെടുത്ത് ഓടിക്കാറില്ലേ ഉള്ളത്? കുരക്കുന്ന നായ പറയും, കുരക്കുന്ന നായ കടിക്കൂല. അപ്പൊ കുരക്കുന്ന നായ ഒരാൾക്കും പേടിയില്ല. കുരക്കുന്ന നായ ഒരാൾക്കും പേടിയില്ല, ഒരാൾക്കും പേടിയില്ല കുരക്കുന്ന നായെ. അതുകൊണ്ട് കുരക്കണ്ട, എല്ലാറ്റിനും പ്രതികരിക്കണ്ട. സിംഹങ്ങളെ പോലെ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം പ്രതികരിച്ചാൽ മതി എന്ന് മഹാനായ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സിദ്ദീഖുകളോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 3 യാഥാർത്ഥ്യങ്ങളിൽ ഒന്നിതാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം കടിച്ചു പിടിച്ച് അയാളോട് പ്രതികരിക്കാതെ മാപ്പ് നൽകിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിജയം നൽകും. അത് ഉറപ്പ് തന്നെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രതികരിക്കാൻ നിന്നാൽ തോറ്റുപോകും. 2 വമാ ഫതഹ റജുലുൻ ബാബ അതിയ യുരീദു ബിഹാ സില ഇല്ലാ സാദഹുല്ലാഹ്. ഒരാൾക്ക് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് ദുആ ചെയ്താൽ മലക്ക് പറയും നിനക്ക് കൂട്ടട്ടെ. ഞാൻ ദുആ ചെയ്യുന്നത് 5 ചാക്ക് സിമന്റ് തന്ന ആൾക്കാണ്. അല്ലാഹുവേ അയാളുടെ വല്ലുപ്പയുടെ ഖബറിടം സ്വർഗ്ഗീയമാക്ക്. എല്ലാവരും ആമീൻ പറയുന്നു. അപ്പൊ മലക്ക് പറയുന്നത് അല്ലാഹുവേ ഈ ദുആ ചെയ്ത ഈ മനുഷ്യന്റെ വല്ലുപ്പയുടെ ഖബറിടവും സ്വർഗ്ഗീയമാക്കി കൊടുക്കല്ലാ. നമ്മൾ ദുആ ചെയ്തു കടം തീരാൻ വേണ്ടി, അയാൾക്ക് വേണ്ടിയിട്ടാണ് ദുആ ചെയ്തത്. നിങ്ങൾ എല്ലാവരും ആമീൻ പറയുമ്പോൾ നിങ്ങളുടെ കടം തീരാൻ വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. നമ്മൾ ദുആ ചെയ്ത് രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ നിങ്ങൾ ആമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാത്ത ഈ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്നെയല്ലേ? അതുകൊണ്ട് ഉഷാറായി ആമീൻ എന്ന് പറയണേ. അല്ലാഹു മരിച്ചുപോയവരുടെ ഖബറിടം വെളിച്ചമാകട്ടെ, വിശാലമാകട്ടെ. സദഖ ചെയ്ത ആളുകൾക്കെല്ലാം അല്ലാഹു തആല മരണം വരെ ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാവൽ നൽകട്ടെ. ഈ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനായ സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് വമാ ഫതഹ റജുലുൻ ബാബ അതിയ. ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് സദഖ ചെയ്താൽ യുരീദു ബിഹാ സിയ ഇല്ലാ സാദഹുല്ലാഹ്. 1000 കൊടുത്തവൻ അല്ലാഹു 10000 കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 1000 കൊടുത്തവൻ അല്ലാഹു 10000 കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 1000 കൊടുത്തവന് 10000 അല്ല, ഒരുപക്ഷേ 1,00,000 ആവാം, ഒരുപക്ഷേ 1 കോടിയാവാം, എത്രയുമാവാം. 1000ത്തേക്കാൾ കൂടുതൽ അല്ലാഹു പകരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വഹീഹായ ഹദീസാണിത്. നബി തങ്ങൾ പറഞ്ഞതിൽ വിശ്വാസമുള്ളവരാണ് ഞാനും നിങ്ങളുമെല്ലാം. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വാസമുള്ള നമ്മൾക്ക് എന്തേ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുമ്പോൾ മടി തോന്നുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തീരൂല എന്നല്ലേ? നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്നല്ലേ? 10000 കൊടുത്തവന് തീർന്നിട്ടില്ല, അയാൾക്ക് 1,00,000 കിട്ടാൻ പോവുകയാണ്. 1000 കൊടുത്തവന് തീർന്നിട്ടില്ല, അയാൾക്ക് 10000 കിട്ടാൻ പോവുകയാണ്. നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് ബിസിനസ്സുകളിലേക്ക് 2,00,000, 5,00,000, 10,00,000, 50,00,000 ഒക്കെ നിക്ഷേപിക്കുന്നത് മാസങ്ങളിൽ 50,000 വരുമാനം വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇതേപോലെ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തന്നെ കൂടുതൽ ബിസിനസ്സിൽ കിട്ടുന്നതിനേക്കാളും ലാഭമായി അല്ലാഹു തിരിച്ചു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞതാണ്.
ഇത് ഞാൻ പറഞ്ഞാണോ? ഇതെന്റെ അഭിപ്രായമാണോ? അല്ല. ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് യാഥാർത്ഥ്യങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. വമാ ഫറഹ റജുലുൻ ബാബഅതിയ യുരീദു ബിഹാ സുല ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കഫറ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ഒരാൾ ചെലവഴിച്ചാൽ അല്ലാഹു അയാൾക്ക് കൊടുത്തതിനേക്കാളും കൂടുതൽ പകരമായി നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹബീബ് പറഞ്ഞതുകൊണ്ട് അതേപോലെ നിങ്ങളും ഇത് വിശ്വസിക്കണേ. കാരണം ലോകത്ത് കളവ് പറയാൻ അല്ലാഹുവിന്റെ മുത്തു ഹബീബാണ് ഇത് പഠിപ്പിച്ചത്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരാൾ അല്ലാഹു സമ്പത്ത് നൽകി അയാളുടെ കയ്യിൽ അയാളുടെ ചെലവിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് ഉണ്ടായിട്ട് ബഗ് ചെയ്യാനും യാചിക്കാനും വേണ്ടി ഇറങ്ങിയാൽ അയാളുടെ സമ്പാദ്യങ്ങളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. റമദാൻ മാസമായാലൊക്കെ യാചിക്കാൻ വേണ്ടി ഇറങ്ങും, ബഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. റമദാനിൽ കുറച്ചാളും തൊപ്പിട്ടിട്ടിറങ്ങും, തൊപ്പിടാതെ ഇറങ്ങും. പച്ചത്തട്ടോടും വെറുതെ ഉണ്ടാവും. ചിലപ്പോ മുസ്ലിം അല്ലായിരിക്കും, പേരും ഒന്നും മുസ്ലിം അല്ലായിരിക്കും. അതൊക്കെ പോട്ടെ. പക്ഷെ ഇവരൊരു കാര്യമുണ്ട്. ഇന്നത്തേക്ക് ചില ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾ യാചിക്കാൻ പാടില്ല. ആ സ്വതക്ക കൊടുത്താലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബാണ് പറഞ്ഞത് സ്വതക്ക നൽകുന്ന ആളുകൾക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന്. നിന്റെ ഹബീബാണ് പറഞ്ഞത് അല്ലാഹുവേ, സ്വതക്ക നൽകുന്ന ആളുകൾക്ക് ഖബർ വെളിച്ചമാക്കുമെന്ന്. നിന്റെ ഹബീബാണ് പറഞ്ഞത് അല്ലാഹുവേ, സ്വതക്ക നൽകുന്ന ആളുകളുടെ ഖബറിടങ്ങൾ വിശാലമാക്കുമെന്ന്. അല്ലാഹുവേ, മഹത്തായ സംരംഭത്തിന് വേണ്ടി ഇൽമ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, ഇൽമ പ്രചരിപ്പിക്കാൻ സഹായിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് നന്മകൾ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് നിന്റെ ഹബീബാണ് അല്ലാഹ്. ആ നന്മകളെല്ലാം ഈ ആളുകൾക്കെല്ലാം നീ നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് കിട്ടുന്നത് പരിശുദ്ധമായ റമദാനിലാണ്. റമദാനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലുണ്ട്. സൈക്കാട്രിസ്റ്റ് പറയാറുണ്ട്, മനഃശാസ്ത്ര വിദഗ്ധന്മാര് പറയാറുണ്ട്, ഒരാൾ 21 ദിവസം തുടർച്ചയായി ഒരു പ്രവർത്തനം ചെയ്താൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിലെ പതിവാക്കി മാറ്റാൻ കഴിയുമെന്ന് പറയാറുണ്ട്. 21 ദിവസം. ഇപ്പൊ സീസർ വലിക്കുന്ന ആള്, അയാള് സീസർ നിർത്താൻ വിചാരിച്ചു. ഭേദമായിട്ടൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു സീസർ വലിച്ചാൽ മരിക്കും. എന്നാ പിന്നെ നിർത്തി. ഒരു ദിവസം നിർത്തി, 2 ദിവസം നിർത്തി, 3 ദിവസം, 5 സാധനം മനസ്സിലിട്ടാക്കിട്ട് പാല് കൂട്ടാൻ അറിയാതെ ഒന്ന് വെച്ചു പോയി. പിന്നെ ഇവിടെ വരാം 10 ദിവസമായി, 20 ദിവസമായി, അല്ലെങ്കിൽ 14 ദിവസമായി. നിങ്ങൾ പിടിച്ചില്ല. 14 ദിവസത്തിനിടയിൽ ഒന്ന് വെച്ചു, പിന്നെ ക്ഷീണം പോയി, പിന്നെ കൊണ്ടുതാകും. എന്നാൽ 21 ദിവസം കണ്ടിന്യൂ തുടർച്ചയായി ഒരാൾ പുകവലിക്കുന്നത് നിയന്ത്രിച്ചാൽ മരണം വരെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയാറുണ്ട്. ഇപ്പൊ റമദാനിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസം ഇല്ലേ? റമദാനിൽ 30 ദിവസം. ഈ റമദാനിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. എന്ത്? ഞാൻ സിസർ വലിക്കുന്നത് നിർത്തുമെന്ന്, ഞാൻ കാമുകന്മാരുമായി ചാറ്റ് ചെയ്യുന്നത് നിർത്തുമെന്ന്, ഞാൻ 5 നേരത്തെ നിസ്കാരം ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നിർവഹിക്കുമെന്ന്, ഞാനൊരു സുന്നത്ത് പോലും നഷ്ടപ്പെടുത്തില്ല എന്ന്, ഞാനൊരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തില്ല എന്ന്, ഞാൻ എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതുമെന്ന്. ഈ റമദാനിൽ പുതിയ മനുഷ്യനായി നമ്മൾക്ക് പുതിയൊരു തീരുമാനത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കാം. എന്താ ചെയ്യേണ്ടത്? റമദാൻ 1 മുതൽ സുബഹി നിസ്കാരത്തിന് വളരെ നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങാം. അത്താഴം കഴിക്കൽ സുന്നത്താണ്. തസഹറു ഫഇന്ന ഫീഹി ബറക. അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കരുത്, അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ ആകസ്മികമായി പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് അത് അവരുടെ നാസ്ത ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണശീലമാണെന്ന് പലരും പറയാറുണ്ട്. നാസ്ത കഴിക്കാറില്ല. നാസ്ത കഴിച്ചേക്കണം, അത് ശാരീരികമായ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരമായ ഭക്ഷണമാണ്. അതേപോലെ റമദാൻ മാസം അത്താഴം കഴിക്കാതെ കാരണവശാലും ഭക്ഷണം ജീവിക്കാൻ നോക്കരുത്. അതേപോലെ നമ്മുടെ സഹോദരിമാർ, ചെറുപ്പക്കാരികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാതെ പോകുന്ന ആളുകളുണ്ട്. തടി കുറക്കാൻ എന്ന് പറഞ്ഞിട്ട് സ്ലിം ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ നാസ്ത കഴിക്കാതെ പോകുന്ന ആളുകളുണ്ട്.
അതൊക്കെ വലിയ തകരാറുകളാണ് ഉണ്ടാക്കുന്നത്. ശാരീരികമായി, നമ്മുടെ ബുദ്ധിപരമായിട്ട്, നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ ബ്രെയിനിനൊക്കെ, തലച്ചോറിനൊക്കെ വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഒരു കാരണവശാലും നിങ്ങൾ അത്താഴം ഒഴിവാക്കരുത്, അതിന് ബർക്കത്തുണ്ട് എന്നാണ്. അഥവാ നോമ്പെടുക്കുന്നവൻ അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കണമെന്ന് പറയുമ്പോ വയറ് നിറയെ വലിയ കുംഭകോണന്മാരെ പോലെ കഴിക്കണമെന്നല്ല. നിങ്ങൾ ഒരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും ഒരു പാല് കൊണ്ടെങ്കിലും അത്താഴം കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. ഈത്തപ്പഴം കഴിച്ചാൽ മതി. ഈത്തപ്പഴം, ഒരു ഗ്ലാസ് പാല്, അല്ലെങ്കിൽ പഴം, ഇതൊക്കെ കഴിച്ചാൽ മതി. 10-15 പൊറോട്ട കഴിക്കണമെന്നില്ല. വൈകുന്നേരമൊന്നും ഇല്ലല്ലോ. ഉച്ചയ്ക്ക് ഞാൻ 5 പൊറോട്ട കഴിക്കാറുണ്ട്. വൈകുന്നേരത്തിന് 5 പ്ലേറ്റ് തട്ടാറുണ്ട്. 5 പ്ലേറ്റ്. വൈകുന്നേരത്തെ ചായ, 11 മണിന്റെ കഞ്ഞി, രാവിലത്തെ നാശം, ഇതെല്ലാം ഉൾപ്പെടെ അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടാകും. അങ്ങനെ 2-3 ഈത്തപ്പഴം കഴിച്ചാൽ മതി. ഇത്ര മതി. അത് കഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകണം പുരുഷന്മാർ. ജമാഅത്ത് കഴിഞ്ഞാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഈ റമദാനിൽ തുടങ്ങേണ്ട ശീലമാണിത്. ഈ റമദാനിൽ നിങ്ങൾ ഇത് തുടങ്ങിയാൽ മരണം വരെ നിങ്ങൾക്ക് ഇത് തുടരാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഈ റമദാൻ 1 മുതൽ നിങ്ങൾ തുടരണം. ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത്. ഒരു ദിവസം നഷ്ടപ്പെടുത്തിയാൽ വീണ്ടും 21 ദിവസം തുടർച്ചയായി ചെയ്യണം. റമദാനിൽ അത്താഴം കഴിച്ച് പള്ളിയിലേക്ക് ചെന്ന് സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ ഖുർആൻ ഓതുന്ന ഒരു ശീലമുണ്ടാവണം. ഒരു കാരണവശാലും സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങരുത്. അത് കഴിഞ്ഞാൽ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണം. ഒരു സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ നിസ്കരിക്കണം. പിന്നെ ളുഹർ നിസ്കരിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നിസ്കരിച്ച് ശീലിക്കണം. ബാങ്ക് കൊടുത്തു, അങ്ങാടിയിലുള്ള പള്ളിയിലേക്ക് പോകണം. നാട്ടിലാണെങ്കിൽ നാട്ടിലുള്ള പള്ളിയിലേക്ക് പോകണം. എവിടെയാണെങ്കിലും തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്, ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ അസറും ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കണം ജമാഅത്തായി. മഗ്രിബും അതേപോലെ എവിടെയാണെങ്കിലും നോമ്പ് തുറന്നിട്ട് ഉടനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതണം, സൂറത്തുൽ വാഖിഅ ഓതണം. എന്നിട്ട് പള്ളിയിലേക്ക് പോയി ഇശാ നിസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കണം. ഈ ഒരു ശീലം ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരം തറാവീഹ് കഴിഞ്ഞാൽ എന്തായാലും വിത്ർ നിസ്കരിക്കൂലേ. ഈ ഒരു ശീലം 30 ദിവസക്കാലം നല്ല മനസ്സോടുകൂടി, നല്ല ശ്രദ്ധയോടുകൂടി 21 ദിവസം നിങ്ങൾ തുടർന്നു. പിന്നെ ബാക്കിയുള്ള 9 ദിവസം തുടർന്നു. അങ്ങനെ 30 ദിവസം ശീലിച്ചാൽ റമദാനിന് ശേഷം നല്ല ഒരാളായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിച്ചുപോയവരുടെ കബറിടം വെളിച്ചമാക്കണേ അല്ലാഹ്. ആ കബറിടത്തിൽ വെച്ച് മാതാപിതാക്കൾ ചോദിക്കണം, അന്നാലി ഹാദാ, ഇന്നലെ വരെ പ്രയാസങ്ങൾ അനുഭവിച്ച എന്റെ കബറ് എന്റെ റബ്ബേ ഇന്ന് വെളിച്ചം വന്നത്, എന്റെ റബ്ബേ ഇന്ന് സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടത് എന്ന് മാതാപിതാക്കൾ കബറിൽ വെച്ച് ചോദിക്കണം. അപ്പോൾ അല്ലാഹു മാതാപിതാക്കളോട് പറയണം, ഭൂമിയിൽ വെച്ച് നിന്റെ മക്കൾ നിന്റെ കബറിടത്തിലേക്ക് വേണ്ടി ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി. അത് കണ്ടിട്ട് നമ്മുടെ മാതാപിതാക്കൾ കൺകുളിർക്ക സന്തോഷിക്കണം. നമ്മൾ ഓതി വെച്ച ആയത്ത്, الذين ينفقون في السراء والضراء والكاظمين الغيظ, ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്. والكاظمين الغيظ, ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ വീട് അടിച്ചു വാരലല്ല, വീട് വൃത്തിയാക്കലല്ല, പള്ളിക്ക് പൈൻ്റടിക്കലല്ല. പൈൻ്റടിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ്, അടിച്ചു വാരേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ്. ഈ ഹൃദയത്തിൽ പകയുണ്ടാവാൻ പാടില്ല, ഈ ഹൃദയത്തിൽ വെറുപ്പുണ്ടാവാൻ പാടില്ല, ഈ ഹൃദയത്തിൽ പടക്കമുണ്ടാവാൻ പാടില്ല, ഈ ഹൃദയത്തിൽ ചൊടിയുണ്ടാവാൻ പാടില്ല. ആരോടും ചൊടിയില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത നല്ല മനസ്സോടെയാണ് ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ മനസ്സിൽ പടക്കം വെച്ച് 24 മണിക്കൂർ ദിക്ർ ചൊല്ലിയാലും അല്ലാഹുവിന് നിങ്ങളുടെ ദിക്ർ വേണ്ട. മനസ്സിൽ ചൊടി വെച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചാൽ തറാവീഹ് അല്ലാഹു സ്വീകരിക്കൂല. മനസ്സിൽ പക വെച്ച് നിങ്ങൾ നോമ്പെടുത്താൽ അല്ലാഹു നോമ്പ് സ്വീകരിക്കൂല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ കോടതി എന്ന് പറയുന്നത് അവിടെ രക്ഷപ്പെടുന്നവരാരാ? സമ്പത്തുള്ളവൻ അവിടെ രക്ഷപ്പെടൂല, മക്കളുള്ളവൻ അവിടെ രക്ഷപ്പെടൂല. അവിടെ രക്ഷപ്പെടുന്നത് ആരാ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ ഹൃദയം ആർക്കാണുള്ളത്? ചൊടിയില്ലാത്ത ഹൃദയമാവണം, വെറുപ്പില്ലാത്ത ഹൃദയമാവണം, വിദ്വേഷമില്ലാത്ത ഹൃദയമാവണം, വൈരാഗ്യമില്ലാത്ത ഹൃദയമാവണം. ആരോടും പടക്കം പാടില്ല, ആരോടും വെറുപ്പ് പാടില്ല, നമ്മൾ കാരണം ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല. ഈ ഒരു നിയത്തോടുകൂടി
മാന്യമായി പെരുമാറുന്ന ആളുകൾക്ക് അല്ലാഹു നാളെ സ്വർഗ്ഗം തരുമെന്ന് പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയുമ്പോ ഈ റമദാൻ വരുമ്പോൾ പൈതടിക്കേണ്ടത് ഹൃദയത്തിനാണ്, വീടുകൾക്കല്ല. വൃത്തിയാക്കേണ്ടത് ഹൃദയത്തെയാണ്, സംസ്കരിക്കേണ്ടത് ഹൃദയത്തെയാണ്. എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്? എല്ലാവരോടും സലാം പറഞ്ഞ്, എല്ലാവരോടും സംസാരിച്ച്, പഴക്കമുള്ളവരോട് സംസാരിച്ച്, ചൊടിയുള്ളവരോട് ചൊടികൾ തീർത്ത്, ബാധ്യതകളുള്ളവരോട് സംസാരിച്ച്, ബാധ്യതകളെ കുറിച്ച് സംസാരിച്ച്, റമദാൻ ആകുമ്പോഴേക്കും ഒരാളോടും ചൊടിയില്ലാത്തൊരു മനസ്സായി, നമ്മളോട് മറ്റൊരാൾക്കും ചൊടിയില്ലാത്ത മനസ്സാക്കി നമ്മുടെ മനസ്സ് മാറ്റണം. റമദാൻ ആകുമ്പോ എന്നെ കുറിച്ച് ആർക്കും ചൊടിയുണ്ടാൻ പാടില്ല, എനിക്കൊരാളോട് ചൊടിയുണ്ടാൻ പാടില്ല. ഇതാണ് റമദാനിൽ സ്വീകരിക്കേണ്ട രീതി. സ്വഹാബാക്കൾക്ക് വലിയ പേടിയായിരുന്നു. റമദാൻ വരാനാകുമ്പോ മനസ്സിലാരോടും പിണക്കവും ദേഷ്യം ഉണ്ടെങ്കിൽ അവർക്ക് റമദാൻ വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. കാരണം പിണങ്ങിയവന്റെ അങ്ങനെ പഠിച്ചോന് വേണ്ട, ഹൃദയം ശുദ്ധിയല്ലാത്തവന്റെ നിസ്കാരവും പഠിച്ചോന് വേണ്ട. അങ്ങനെ പറഞ്ഞു ഒരാൾ ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖിഹി അലാ ദർജത്തിൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദർജയിലേക്ക് എത്തും അയാളുടെ സ്വഭാവം നന്നാക്കി, മനസ്സ് നന്നാക്കിയാൽ. അഥവാ എന്നെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും എതിരഭിപ്രായമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലാണ്. ആ ഉറപ്പ്. എന്നെ കുറിച്ച് ലോകത്ത് ഒരാൾക്ക് എതിരഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലാണ്. എതിരഭിപ്രായം എന്ന് പറഞ്ഞാല് എന്റെ സ്വഭാവം മോശമായാലല്ലേ എന്നോട് എതിരഭിപ്രായം ഉണ്ടാവുള്ളൂ. എന്റെ സ്വഭാവം മോശമാക്കുമ്പോൾ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും. എന്റെ നല്ല സ്വഭാവമാണെങ്കിൽ ആരും ശത്രുക്കളായിട്ട് കാണൂല. നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി കുറെ ഇബാദത്ത് എടുക്കലല്ല. തറാവി കുറെ നിസ്കരിക്കണം. തറാവി 8-20 ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. 8 നിസ്കരിച്ചില്ലെങ്കിൽ കാത്തില്ല. നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര സ്വർഗത്തിൽ വേണമെങ്കിൽ നിസ്കരിച്ചു. ഇവിടെ ചർച്ച നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ച്. ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിഹുസ്നി ഖുലുഖിഹി അലാ ദർജത്തിൽ ജന്ന, ഒരാൾ അയാളുടെ മനസ്സിനെ, ഹൃദയത്തെ സംസ്കരിച്ച് സ്വഭാവം നന്നാക്കലോടുകൂടി സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദർജയിലേക്ക് എത്തും. അയാളിൽ കൂടുതൽ ഇബാദത്തുകളൊന്നുമില്ല. ഇബാദത്തൊന്നുമില്ല. ഫർള് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്, സകാത്ത് നിർബന്ധമായത് കൊടുത്തിട്ടുണ്ട്, നോമ്പ് നിർബന്ധമായത് നോക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ആളല്ല, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളല്ല, രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ആളല്ല, സുന്നത്ത് നോമ്പെടുക്കുന്ന ആളല്ല. അയാൾ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ തട്ടിലേക്ക് എത്തിയത് അയാളുടെ ഇബാദത്ത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? ഹൃദയ വിശാലത കൊണ്ടാണ്, സ്വൽസ്വഭാവം കൊണ്ടാണ്, ഒരാളെയും വെറുപ്പിക്കാതെ ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ റമദാനാകുമ്പോൾ പരിശ്രമിക്കേണ്ടത് ഈ ഹൃദയത്തെ ശുദ്ധിയാക്കി ഒരാളോടും പകയില്ലാത്ത ഹൃദയമായി റമദാനാകുമ്പോഴേക്കും എല്ലാവരോടും പിണക്കങ്ങളെല്ലാം മാറി നല്ല മനസ്സോടുകൂടി റമദാനിനെ സ്വീകരിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാൻ അല്ലാഹു സ്വീകരിക്കും, നമ്മുടെ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദർജയിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഒരാൾ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക്, അസ്ഫല ദറക്കി ജഹന്നം, നരകത്തിന്റെ താഴെ തട്ടിലേക്ക് എത്തും ഒരാൾ. ബിസൂഇ ഖുലുഖി, അയാളുടെ സ്വഭാവം മോശമായാൽ, വഹുവ ആബിദുൻ, അയാൾ വലിയ ആബിദാണ്, തസ്ബീഹ് മാല താഴെ വെക്കാറില്ല, രാത്രി ഉറങ്ങാറില്ല, നിസ്കാരമാണ്, രാവിലെ മുഴുവനും നോമ്പാണ്, എന്നാൽ സ്വഭാവം വളരെ മോശമാണ്. ഈ കാരണത്താൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുകയല്ല ചെയ്യുന്നത്, നരകത്തിൽ ഏറ്റവും താഴെ തട്ടിൽ ഭയാനകമായ ശിക്ഷയുള്ള ശക്തമായ ചൂടുള്ള മുനാഫിഖീങ്ങൾ കിടക്കുന്ന സ്ഥലത്താണ് സ്വഭാവം നന്നല്ലാത്ത ആബിദീങ്ങളെ കൊണ്ടുപോയി അല്ലാഹു കിടത്തുന്നത് എന്ന് പറയുമ്പോ ഇബാദത്തിനല്ല പ്രധാനം, മനസ്സിന്റെ ശുദ്ധിക്കാണ് പ്രധാനം. അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാക്കാൻ ഈ റമദാനിനെ ഉപയോഗിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദേഷ്യം പിടിച്ചു പിടിക്കണം. ജനങ്ങൾക്കെല്ലാം മാപ്പ് നൽകണം. ജനങ്ങൾക്കെല്ലാം മാപ്പ് നൽകണം. എല്ലാവരോടും പ്രതികാരം വെച്ച് നടക്കണ്ട. കല്യാണത്തിന് വരാത്തതിന്റെ പേരിൽ ചൊടിക്കണ്ട, പിണങ്ങണ്ട. കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിൽ പിണങ്ങണ്ട. കുഴപ്പമില്ല, പുറത്തു കൊടുക്കും. നിങ്ങളെ പുറത്തു കൊടുക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? അല്ലാഹു നമ്മൾക്ക് പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. സദഖ നൽകുന്ന ആളുകളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. അസ്സദഖതു തദ്ഫഉ അൻ മൈതത്തിസ്സൂ, സദഖ നൽകുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന്
പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. എല്ലാ ആളുകൾക്കും പുഞ്ചിരിയോടെ ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സദഖ നൽകുന്ന ആളുകളെ രോഗങ്ങളിൽ നിന്ന് തടയുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. മരണം വരെ ആഫിയത്ത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. വൽ ആഫീന അന്നാസ്, ജനങ്ങൾക്കെല്ലാം മാപ്പ് നൽകണം. സിദ്ദീഖ് തങ്ങളോട് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: സിദ്ദീഖ് തങ്ങളെ, അല്ലാഹു നിങ്ങളുടെ പാപം പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ അറിയാതെ ചെയ്തത്, നിങ്ങൾ അറിഞ്ഞു ചെയ്തത്, ചെറിയ പാപം, വലിയ പാപം, ഇങ്ങനെ നിങ്ങളിൽ ഉണ്ടാകുന്ന പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു പൊറുത്തു തന്നാലല്ലേ സ്വർഗ്ഗത്തിൽ കിടക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും പൊറുത്തു കൊടുക്കണമെന്ന് മഹാനായ സിദ്ദീഖ് തങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു നമ്മൾക്ക് പൊറുത്തു തന്നിട്ട് അല്ലാഹു നമ്മൾക്ക് സ്വർഗം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ പക വെക്കാൻ പാടില്ല. ഒരാൾക്കും ആഖിറത്തിലേക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കരുത്. അടിച്ചാലും അഭിമാനത്തെ പിച്ച് ചിന്തിയാലും സമ്പത്ത് മോഷ്ടിച്ചാലും രക്തം വാർന്നൊലിപ്പിച്ചാലും ആഖിറത്തിലേക്ക് വേണ്ടി ഒരാൾക്കും ഒന്നും ബാക്കി വെക്കാതെ എല്ലാം നിങ്ങൾ മാപ്പ് നൽകി, നിങ്ങളോട് ആർക്കും ചൊടി ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ആരോടും ചൊടിയില്ലാതെ എല്ലാവർക്കും മാപ്പ് നൽകി വിശാല മനസ്കതയോടുകൂടി ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ എല്ലാ പാപവും അല്ലാഹു പുറത്ത്, നിങ്ങൾ അറിയാതെ ചെയ്തത് അറിഞ്ഞു ചെയ്തതൊക്കെ പഠിച്ചും പൊരുത്തപ്പെട്ടു. എന്ത് ചെയ്യാ? നിങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടമാണ്. നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടമാണ്. ഇന്ന് വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഹൃദയശുദ്ധിയാണ്. റമദാനിനെ സ്വീകരിക്കേണ്ടത് വിശാലമായ ഹൃദയത്തോടുകൂടിയാണ്. നമ്മളൊക്കെ റമദാനാകുമ്പോൾ വീടിനുള്ള മുസല്ലൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴുകി പള്ളിയൊക്കെ പെയിന്റടിച്ച് വീടൊക്കെ പെയിന്റടിച്ച് മുറ്റക്കടിച്ച് വാരി ഒന്നും പറയുന്നത് ടി വി ഒക്കെ ബന്ധാക്കി ക്ലോസാക്കി വെച്ച് മിണ്ടാത്തവരോട് അന്നും പഠിത്തത്തിലായിരിക്കും. വർഷങ്ങളായിട്ട് പണിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് കഴിയോ? ആരോടും ചൊടിയും പകയും വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാത്ത മനസ്സാക്കി മാറ്റാൻ, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് നന്നായിട്ട് പെരുമാറാൻ, ഇങ്ങോട്ട് അടിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് നൽകാൻ നിങ്ങൾക്ക് കഴിയോ? ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആദരണീയരായ സയ്യിദുകളുണ്ട്, കടമ്പുള്ള തങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്നിലായി ജീവിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു അദ്ദേഹത്തിന് നിലനിർത്തി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്.